tumbling down in the city that we love. Great clouds all over the hills, bringing darkness from above. But if you close your eyes, does it ever feel like nothing changed at all? If you close your eyes. ആരംഭിക്കില്ല വർക്കിച്ച വണ്ടിയിൽ ഡീസൽ എങ്ങനെ ഫുള്ള് നാളത്തെ ചടങ്ങപ്പടേ കൃത്യം 10 മണിക്ക് മതി. ഇപ്പൊ ഒരു വെടിയിൽ 100 ഇട്ട 15 മണിക്കൂർ കിട്ടും. വീഡിയോ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചോ, പിന്നെ ആവശ്യം വരും. എന്തിട്ട് പൊളിക്കാനായിട്ട് കോഴിമുട്ടയും തിന്നുന്ന അവളും ഫുൾ പൈസ ട്രക്കിങ്ങിൽ നിന്റെ പൈസ മൈനസ് ആക്കാൻ പറയണ ഗിയർ ബോക്സിന്റെ അവിടെ ഇരിക്കാം. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ. പിന്നെ ബാബുസ്വാമി എനിക്ക് വർഷങ്ങൾ കൊണ്ടറിയാം. ഓ ബാബുസ്വാമി നൃത്തം ചെയ്യും ബാബുസ്വാമി, ഇത്രയേ ഉള്ളൂ ബാബുസ്വാമി, നൃത്തം ചെയ്യും ബാബുസ്വാമി, വന്നിട്ടുണ്ട് ബാബുസ്വാമി, 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 ഓ ബാബുസ്വാമി. തുള്ളലൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ തറവാട് റെസ്റ്റോറൻറ്റിൽ ഫുഡ് കഴിക്കാൻ പോയിരുന്നു. അവിടുത്തെ ഫുഡ് എന്ന് പറയുന്നത് നല്ല മുട്ടക്കറിയും പൊറോട്ടയും അപ്പോൾ ആയിരുന്നു. നല്ല ഫുഡായിരുന്നു. എല്ലാവരും നല്ലപോലെ ആസ്വദിച്ച് കഴിക്കുന്നുണ്ടായിരുന്നു. എല്ലാവരും വേണം അറിഞ്ഞാൽ ഉറപ്പുവരുത്താൻ വേണ്ടി വിനീത് സാർ ഓടി കാണുന്ന എല്ലാവർക്കും വല്ല വേണമെന്ന് ചോദിച്ച് നടക്കുമായിരുന്നു. ഫുഡൊക്കെ കഴിച്ച് നമ്മൾ കാഴ്ചയെ കണ്ട് നേരെ പോയത് പരുന്തുംപാറയിലാണ്. പരുന്തുംപാറ ചെന്ന് ബസ് ഇറങ്ങി നമ്മൾ നേരെ ഫസ്റ്റ് എടുക്കാൻ പോയത് ഒരു ഗ്രൂപ്പ് ഫോട്ടോയാണ്. എനിക്ക് പിന്നെ അത് കിട്ടാൻ പോണില്ല, അതുകൊണ്ട് ആദ്യം അതെടുത്തു. അത് കഴിഞ്ഞ് നമ്മളെല്ലാവരും കൂടെ പതിലും മതയിറങ്ങി വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നേരെ പരുന്തുംപാറയുടെ പരുന്തിനെ കാണാൻ പോയി നമ്മളെല്ലാവരും കൂടെ. എന്റെ തല അത് ചുണ്ട് കണ്ട അങ്ങനെ പരുന്തെന്നാണ് ഉദ്ദേശിക്കുന്നത്, മനസ്സിലായി? ഗൈസ്, ഞങ്ങളുടെ ബിയർ ഗ്രിൽസ്, വിനീത് ഗ്രിൽസ്. അതെങ്ങനെ എന്റെ ആളെ തിരിച്ചെങ്ങനെ കയറോട് ഇത് പിള്ളേരുടെ കുറയാൻ പാടില്ല. അവിടെ ചെരുപ്പ് പോയിട്ട് കയറണ്ടേ? കിരണേ ഷൂട്ടാ പണിയാ, തെന്നിപ്പോടാ. ഓ ഗൈസ്, വിനീത് ഗ്രിൽസ് മലയുടെ മേലെ കയറി. ഇത് വിനീത് ഗ്രിൽസ്. ഇതാണ് അഡ്വഞ്ചർ റൈഡ് എന്ന് പറയുന്നത്. അതെ, പെരുക്കെടുക്കാൻ പോലും വലിയ കാടുകൂടാ. അങ്ങനെ താമസിക്കായിരിക്കുന്നാണെങ്കിൽ നിന്നെ എനിക്ക് കണ്ടുകൂടാ, നശിച്ച നാറ്. ഗൈസ്, വിനീത് ഗ്രിൽസ് ആണ് ടീം ഹാസറായിട്ട്. എങ്ങനെ ഉണ്ടായിരുന്നു വിനീത് സാർ? ഓ അയ്യോ, സൂപ്പർ. Successfully completed. Mission accomplished. Come on. Let's go. എടാ, ഇപ്പൊ ലാസ്റ്റ് എന്തായാലും ഇവിടെ അവനൊരു വീഡിയോ എടുക്കുമ്പോ. ഓക്കെ. മുള്ളംപന്നിയുടെ മുള്ളൊക്കെ കിട്ടി, കാണിച്ചടാ. പരുന്തുംപാറയെന്ന് മുള്ളംപന്നിയുടെ മുള്ള് ഇവനാണ് കിട്ടിയത്. തൂവലല്ലത്, ഇപ്പുറത്തെ സാധനം. ഇതാത്തുനിന്ന് പോവും, ഇതാത്ത് കയറും. കൈവട്ടിയല്ലേ മുള്ളംപന്നി സാർ, മുള്ളംപന്നിയുടെ മുള്ള്. ഒരു പള്ളിയിൽ ജനകോടികൾ എത്തുമ്പോ അവിടുത്തെ തിരുവടികൾ പൊന്നും കുരിശുമുത്തപ്പോ പൊന്മല കയറ്റം. അയ്യോ,
ഗൈസ് ഞങ്ങളുടെ വിനീത് സാറിന്റെ പൈസ കൊടുക്കുന്നതാണ്. ലൈവ് പോയിട്ടാണോ പൈസ കൊടുക്കണം? പണിയെടുത്ത് തിന്നണമെന്നൊക്കെ ആഗ്രഹമുണ്ട് സാറേ, പക്ഷെ പറഞ്ഞു പറ്റിച്ച് തിന്നാലേ വായിന്നിറങ്ങുള്ളൂ. അത് കഴിഞ്ഞ് വന്ന് നമ്മൾ വിനീത് സാറിന്റെ വിഷ്ണു സാറിന്റെ ഒരു ഫോട്ടോഷൂട്ട് ആയിരുന്നു കണ്ടത്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ കാടും മലയും പുഴയും കടന്ന് മാസ്കോ ടീ ഫാക്ടറി എത്തിയായിരുന്നു. അത് കഴിഞ്ഞ് സ്റ്റുഡൻസിനെ ഏറ്റാൻ കൂടെ സുമൻ മിസ്സും വിഷ്ണു സാറും വിനീത് സാറും കൂടെ ലൈനായിട്ട് മാസ്കോ ടീ ഫാക്ടറിയുടെ അകത്തേക്ക് പറഞ്ഞിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. സ്റ്റെപ്പ് കയറി നമ്മൾ രണ്ടാമത്തെ നേരെ ചെന്നിട്ട് അവിടെയുള്ള കാഴ്ചകളെല്ലാം കാണുമായിരുന്നു. എന്നിട്ട് പിന്നീട് എന്ത് സംഭവിച്ചു? പിന്നീട് എന്താണ് ഉണ്ടായെന്ന് വെച്ചാല് എന്റെ കിളി പോയി സാറേ. കിളി പോയി എന്ന് പറഞ്ഞാല് നമ്മുടെ ഉള്ളിലുള്ള കിളികളൊക്കെ ഇല്ലേ, അത് മൊത്തം ഇങ്ങനെ വെളിയിലോട്ട് പോണൊരിത്. കേൾക്കുന്ന പോലെ മോളിൽ നിന്ന് വന്നത് പ്രോസസ്സിന്റെ ഭാഗമായിട്ട് എവിടെയാണ് നമ്മൾ ഈ പ്രോസസ്സായിട്ട് പോകുന്നത്. ഇത് വളരെ ഇങ്ങനെ പ്രോസസ്സ് ഇവിടെ വന്ന് വീഴുമ്പോഴാണ് ഡ്രൈൻ സ്റ്റേറ്റ് ഇതാണ് അതിൽ വരും. കുറച്ച് ബാലൻസ് കൂടെ വീഴും. ബാക്കിയുള്ളതാണ് ആ വലിയ ഗോളത്തിൽ കൂടെ കടന്നുള്ള ഇവിടെ ഇതിങ്ങനെ നമ്മുടെ വളരെ നൈസായിട്ട് ഞാൻ തരണം എടുത്തത് ഇങ്ങനെ നമ്മൾ വളരെ സിമ്പിളായിട്ട് 10 രൂപ വെച്ചുള്ള തേയില നമ്മൾ അടിച്ചു നോക്കിക്കൊണ്ട് പോകും. ഇത് കഴിഞ്ഞില്ല, ഇതിൻ്റെ പ്രോസസ്സ് ഇനിയുണ്ട്. ഈ പ്രോസസ്സ് അടുത്തവർ ഡ്രൈ ചെയ്ത് തൊട്ട് വയ്ക്കുന്നു. ഇത് നനവുണ്ടോ വണ്ടി തൊട്ട് നനവില്ല. ഇത് ഡ്രൈ ചെയ്യുന്ന പ്രോസസ്സാണ് നെക്സ്റ്റ്. അപ്പോൾ നമ്മൾ അടുത്ത ലെവലിലേക്ക് കൂടുതൽ നമുക്ക് ഡീറ്റെയിൽസ് വേണ്ട. ഇത് നനഞ്ഞിരിക്കുകയാണ്. നമ്മളിങ്ങനെ വിട്ട് കഴിഞ്ഞ് ഇതൊന്ന് കുത്തിയോടും. ഇത് റോ സ്റ്റേജിലാണ്. ഇത് നമുക്കിപ്പോൾ തേയിലിട്ട് ഞങ്ങൾ ഒരു വല്ലാത്തൊരു സ്മെല്ലും ഒരു കറ ഫീൽ. പക്ഷെ നമ്മൾ ഇത് ഡ്രൈ ചെയ്ത് കഴിഞ്ഞാൽ വളരെ മനോഹരമായിരിക്കും. ഓക്കെ, ശരി. അപ്പോൾ യാത്രത്തിലിട്ടപ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ ബാക്കി കണ്ടമാനം സെയിലാകുന്ന ഒരു സാധനമല്ല അത്. അത്യാവശ്യമൊക്കെ ചില കമ്പനിക്കാരെടുക്കുന്നേ ഉള്ളൂ. പിന്നെ ഭയങ്കര പ്രൈസിനാണ്, ഹൈ പ്രൈസിനാണ് അത് വിൽക്കുന്നത്. ഇതിൻ്റെ എല്ലാം ക്വാളിറ്റി നോക്കുമ്പോൾ വലിയ വ്യത്യാസമൊന്നുമില്ല. ഗ്രീൻ ടീ ആണെന്ന് പറഞ്ഞാൽ ഇവർ കൊടുക്കുന്നത്. ആ, പിന്നെ അതിനകത്തൊരു ഗ്രീൻ കളറൊക്കെ ഉണ്ട്. ചിലർ ഈ ABTയുടെ ഒക്കെ ഗ്രീൻ ടീ നല്ല ഗ്രീൻ ടീയാണ്. ഓക്കെ, ഓരോ ഗ്രേഡിന് ഓരോ ഡെൻസിറ്റി ഉണ്ട്. അത് മാത്രം നമുക്ക് അടുത്ത പ്രോസസ്സാണ്. ഇതിലിടുമ്പോൾ അടുത്ത വേസ്റ്റ് 4 കിലോ കൊടുക്കും. അത് വീണ്ടും ഇലയുടെ കൂടെ ചേർത്ത് റീസൈക്കിൾ പോടണം. അപ്പോൾ ഇത് നിങ്ങൾ 3-4 ഗ്രേഡുകൾ ഒരുമിച്ചാക്കിയിട്ട് ഒറ്റ ഇതായിട്ട് മതി. ഇത് കുറച്ചുകൂടെ ടൈറ്റ് ആയി ഇത് കൊടുക്കുന്നത് മിക്സ് ചെയ്ത്. ഇത് മാത്രം മിക്സ് ചെയ്തത്. ഇത് കടുപ്പം സ്ട്രോങ് വേണം, മീഡിയം വേണമെന്ന്. അപ്പോൾ നിങ്ങളിൽ തന്നെ ഈ ഡെയിലിയിൽ കാറ്റഗറി ഉണ്ടോ? മാസ്കോയിൽ തന്നെ കടുപ്പം കൂടിയത് കുറഞ്ഞുണ്ടോ? ഇതെല്ലാം ഫിക്സാണ്. മേലിടുമ്പോൾ അത് കടുപ്പം കുറഞ്ഞ പൊടി മാത്രം. മറ്റേ ഓരോ ഡെൻസിറ്റി ഉണ്ട്. നല്ല ഡെൻസിറ്റി, കറക്റ്റ് ഡെൻസിറ്റി മാത്രം ഇങ്ങോട്ട് വരും. വെയിറ്റ്ലെസ് എല്ലാം അങ്ങോട്ട് പോകും പൊടി ഉണ്ടെങ്കിൽ.
പല തരത്തിലുള്ള ടീ ഉണ്ട്. നിങ്ങൾ കഴിഞ്ഞ മാർക്കറ്റിംഗ് പഠിച്ചവരല്ലേ? ഇത് കണ്ടോ, ഇത് ഒരു പർട്ടിക്കുലർ എക്സ്ട്രാ പ്രീമിയം ക്വാളിറ്റിയാണ്. അതിനകത്ത് എന്തൊക്കെ ഉണ്ടാവും, എത്ര കണ്ടന്റ് ഉള്ളത്, 500 grams, അതിൻ്റെ പ്രൈസ്, ബാച്ച് നമ്പർ എല്ലാം ഉണ്ടാവും. ബെസ്റ്റ് ബിഫോർ 12 months, ഇത്രയും കാര്യങ്ങളുണ്ടാവും. ഇതാണ് അവരുടെ ഒരു മാർക്കറ്റിംഗ് തന്ത്രം എന്ന് പറയുന്നത്. ഇത് മാക്സിമം നമ്മളെ ഇഷ്ടപ്പെടുത്തുന്ന രീതിയിലുള്ളൊരു പാക്കിംഗ് ആയിരിക്കും. ഇത് ക്വാളിറ്റി ഇതേപോലെ നിലനിർത്തണമെങ്കിൽ ഇതിൻ്റെ പാക്കിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ മാർക്കറ്റിങ്ങിനകത്ത് എന്ത് ഇമ്പോർട്ടൻ്റ് പറയുന്നത്. ഇത് ഒരു സൂപ്പർ മാർക്കറ്റിൽ ഇരിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യുന്ന കളറല്ലേ, അതും ഒരു മാർക്കറ്റിങ്ങിൻ്റെ തന്ത്രമാണ്. മനസ്സിലായി? ഇത് തന്നെ വേറെ പല കളേഴ്സിലുണ്ട്, നോക്കിയാൽ. പിന്നെ നമ്മുടെ പ്രൊഡക്ഷൻ കാസ്റ്റ്, ലേബർ കാസ്റ്റ്, മറ്റേ 3 roses, ടാറ്റ എല്ലാവർക്കും സെയിമാണ്. നമ്മൾക്ക് അഡ്വർടൈസ്മെന്റ് ഇല്ല. നമ്മൾ ഓപ്ഷനിൽ ചെന്നിട്ട് 3 roses, താജ്മഹൽ അവർക്കെല്ലാം നമ്മുടെ ഓപ്ഷനിൽ ചെന്നിട്ട് നമ്മുടെ പൊടി തന്നെ എടുത്തിട്ട് അവരുടെ ലേബിളാക്കിയിട്ട് അവർ അഡ്വർടൈസ്മെന്റിനല്ലേ കൂടുതൽ. നിങ്ങൾ എവിടെയൊക്കെ വിൽക്കുന്നത്? ഇത് നമ്മൾ ഈ ഏരിയയിലും കൊച്ചിയിലേക്ക് ഓപ്ഷനിലേക്ക് അയക്കുവാൻ, ഓപ്ഷനിൽ ഇന്ത്യയിലുള്ള ലോകത്തിലുള്ള എല്ലാവരും എക്സ്പോർട്ടിക്ക് നമ്മൾ ഇങ്ങനെ ചെയ്യില്ല. ചാക്കിൽ വെച്ചിട്ട് ഏത് ഗ്രേഡാ ലാട്ട് ഇതിപ്പോ കടയിൽ മാർക്കറ്റ് നമ്മൾ ഇവിടെ മാത്രം അവൈലബിൾ ആണ്, ലോക്കൽ ഏരിയ മാത്രം. അവരെന്നാ ചെയ്യുന്ന വെച്ചാൽ അവരുടെ നമ്മുടെ ഇത് പ്രൊഡക്ഷൻ കാസ്റ്റും ലേബർ കാസ്റ്റിലും ഇച്ചിരി കുറവാണ്. ഇപ്പൊ ടാറ്റ മറ്റേ 3 roses എല്ലാം ടിവിയിലൊക്കെ പരസ്യം ചെല്ലേ. ഇത് സൊസൈറ്റി ആയതുകൊണ്ട് നമുക്ക് അതിനുള്ള ഇതേ ഉള്ളൂ സാറേ. കണ്ടല്ലോ. ഇനി ഇതിന്റെ വേറെ ഇതൊരു ക്വാളിറ്റി ആണെങ്കിൽ വേറെ ക്വാളിറ്റി ഉണ്ടോ? ഇത് മറ്റൊരു ക്വാളിറ്റിയാണ്. ഇതിനകത്ത് പിടിച്ചു നോക്കിയെങ്കിൽ മനസ്സിൽ അപ്പോഴേ അറിയാം തരി കൂടുതലായിരിക്കും. ഇത് കുറച്ച് വളരെ തരി കൂടുതലുള്ളത്, അത് വേറെ പ്യുവർ ക്വാളിറ്റിയാണത്. അപ്പൊ അത് മനസ്സിലാക്കാണ്ട് നോക്കിയാൽ സിൽവർ ബഡ്സ് എന്നുള്ളൊരു പേര് തന്നെ കൊടുത്തു. സെയിം സാധനം തന്നെ AV ടീം ഇതുപോലെ തന്നെ പ്രോസസ് ചെയ്യുക. അവർക്ക് ഈ 2 ടൈപ്പേ ഉള്ളത് അല്ലല്ല, വേറെ ഉണ്ട്. ഔട്ട്ലെറ്റ് ഉണ്ട് സാറേ. ഔട്ട്ലെറ്റ് ഈ ഒരു സാധനം കാണുമ്പോൾ നമുക്ക് മേടിക്കാൻ തോന്നും കടയിരിക്കുന്നു. മനസ്സിലായോ? നോക്കി ഇങ്ങനെ ഇരുന്ന് നമ്മൾ വാങ്ങിക്കുന്നില്ലേ, ഇത് ഇങ്ങനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാധനമാണ് മാർക്കറ്റിങ്ങിൻ്റെ ഒരു തന്ത്രം എന്ന് പറയുന്നത്. ഇത് മാസ്കോ ടീയുടെ പേരുണ്ടാവണം, ലേബൽ ഉണ്ടാവണം, ഇതിനകത്ത് അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം വരുന്നുണ്ടാവും. ഇത് പ്രിന്റ് ചെയ്യുന്നൊരു പ്രോസസ്സാണ്. നമ്മുടെ തരിയായിട്ടുള്ള സാധനം മുകളിലിടും, അത് ഇതിലേക്ക് വരുമ്പോഴത്തേക്ക് അത് നന്നായിട്ട് ഹീറ്റായിട്ട് ഇതിനകത്ത് ഓരോ കറക്റ്റ് പാക്കിങ്ങിന് 500 gram ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇത് കട്ടാവും. ഇത് പ്രിന്റ് ചെയ്ത് താഴോട്ടാണ് വരും. ഈ സാധനമാണ് ഇങ്ങനെ ഈ മെഷീൻ ഇവിടെ കടന്നു. അപ്പോൾ ഇങ്ങനെ പലതരത്തിലുള്ള സാധനങ്ങളുണ്ട്. എല്ലാം ഇതൊരു ചെറിയ സൊസൈറ്റി ആയതുകൊണ്ട് നമുക്ക് ഈ ഒരു ക്വാളിറ്റി, അല്ലെങ്കിൽ ഭയങ്കരമായ വലിയ മെഷീൻസിനകത്ത് കണ്ടിന്യൂസ് ആയിട്ട് ഈ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കും. ഇതേ പ്രോസസ്സ് തന്നെയാണ് മിൽമ പാല് കട്ട് ചെയ്ത് വരുന്നുണ്ടാവും. അപ്പോൾ ഓരോ മിൽമ പാല് അത് പാലായിരിക്കും വരിക, പാൽ ഇങ്ങനെ കട്ടായി വരും. നമ്മളിങ്ങനെ പാക്കറ്റ് മേടിക്കുന്ന എല്ലാത്തിൻ്റെയും പ്രോസസ്സ് മനുഷ്യനല്ല ചെയ്യുന്നത്. ഇതേപോലെ ഒരു മെഷീനിൽ വരുന്നു, കട്ട് ചെയ്യുന്നു. ഇതിലാണ് നമുക്ക് മാർക്കറ്റിങ്ങിൻ്റെ തന്ത്രം വരിക. അപ്പോൾ സപ്പോസ് നമ്മൾ മാർക്കറ്റിങ്ങിൽ ഇതെങ്ങനെ ഈ ഇലയുടെ ഡിസൈൻ കൊടുക്കണോ, ഇത് കൊടുക്കണോ, ഇത് ഏതോ ഒരാൾ ഡിസൈൻ ചെയ്തൊരു മോഡലാണ്. ഇത് വേറൊരാൾ ഡിസൈൻ ചെയ്താൽ ആ ആൾ തന്നെ ഡിസൈൻ ചെയ്ത മോഡലായിരിക്കും. ഇയാൾക്ക് എത്രയോ ലക്ഷം രൂപ കൊടുത്തിട്ടായിരിക്കും ഈ ഒരു മോഡൽ തന്നെ ഉണ്ടാക്കുക. നിങ്ങൾക്ക് ഇതിലും കപ്പാസിറ്റി ഉണ്ടെങ്കിൽ, കഴിവുണ്ടെങ്കിൽ മാർക്കറ്റിംഗ് പഠിക്കുന്ന കുട്ടികൾക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ ഈ സാധനം ഡിസൈൻ ചെയ്യാനോ മാർക്കറ്റിംഗ് തന്ത്രം ആൾക്കാരെ അട്രാക്ട് ചെയ്യുന്ന രീതിയിലേക്ക് ആക്കിയെടുക്കാനൊക്കെ സാധിക്കും. ഇതാണ് മാർക്കറ്റിംഗ് പഠിച്ചാലും പോകണം. മനസ്സിലായില്ലേ? ഇനി ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം, പല സ്ഥലത്ത് കൊണ്ടുപോയി കൊടുക്കുന്നത്. ഇപ്പോൾ ഒരു കൊച്ചിയിലാണ് കൊടുക്കണമെന്ന് പറഞ്ഞ് ഇതെങ്ങനെ മാർക്കറ്റ് ചെയ്യാന്നുള്ളതൊക്കെ അടുത്ത ഒരു പ്രോസസ് ഞാൻ മനസ്സിലാക്കി. ഓക്കെ, ഇത് എത്ര ഗ്രാമിൻ്റെ മനസ്സിലായി? 500. ഫസ്റ്റ് ഇയർ സാറിലുണ്ടേ പറഞ്ഞേ. ഫസ്റ്റ് ഇയർ ഡെയിലി പാക്ക് ചെയ്യുന്നൊരു പ്രോസസ്സാണ്. നമ്മൾ കടയിൽ പോയിട്ട് നമുക്ക് കാണാൻ അല്ലെങ്കിൽ ഇവിടെയൊക്കെ നമുക്ക് മാർക്കറ്റിങ്ങിൻ്റെ ഒരു ഗുണം മനസ്സിലാക്കി. നമ്മൾ ഈ ഡിസൈൻ ഉണ്ടാക്കിയാലായിരിക്കും മാർക്കറ്റിംഗ് ചെയ്യുന്നത് ഡിസൈനാണ്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ മാർക്കറ്റിംഗ് പഠിപ്പിക്കുമ്പോൾ മാസ്ക് ടീവി ഇങ്ങനെ വേണം എന്നൊക്കെ ഡിസൈനൊക്കെ നിങ്ങൾ അത് ചെയ്യാൻ പഠിക്കുക. ഇപ്പം നിങ്ങൾക്ക് ഒരുപാട് കമ്പനിയുടെ എന്ത് കിട്ടും, ഇങ്ങനത്തെ മോഡൽസ് ഈ പാക്കേജ് ചെയ്യുന്നതിൻ്റെ ഗുണം. നമ്മൾ കൊച്ചിയിലേക്ക് ഓപ്ഷൻ ഇത് ഇങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും പാക്ക് ചെയ്യുന്ന ഇങ്ങനെ ഒരു വരും. ഈ സാധനം ഇങ്ങനെ തന്നെ ഇരിക്കുന്നത് ആ മെഷീൻ കണ്ടന്റ് ഏതാ, ഇൻവോയ്സ് നമ്പർ, ഏത് ഗ്രേഡാ, CT സി നമ്പർ, സീരിയൽ നമ്പർ, 3-ാം മാസം 26-ാം തീയതി 54 കിലോ, ഇത് 3 കിലോ. ഇത് ചേർത്തിട്ടാണ് നമ്മൾ ഇങ്ങനെ ഇതിനൊക്കെ വലിയ പാക്കിലും കൊടുക്കാം. ഓപ്ഷനിലേക്ക് സാർ ഓപ്ഷനിൽ ആഴ്ചയിൽ ഉടനെ കൊടുക്കും. 5000 കിലോ പ്രൊഡക്ഷൻ 3 കിലോ 54.
കയറി പോകുന്നുണ്ടോ? ഫുട്പാത്ത് പോലെ ഒന്ന് നമുക്ക് കാണാം, ഓവർ ബോർഡ് പോലെ. താഴെയാണ് പ്രോസസ്സ്. ഇതൊന്നും അടുത്ത് കാണാൻ പറ്റത്തില്ല. ഇത് അവിടെ ഒന്നും അടുത്ത് പോകാൻ പറ്റില്ല. ഈ ഒരു തേയില പ്രോസസ് ചെയ്താണ് നമ്മൾ ഡെയിലി കുടിക്കുന്ന ചായയായി വരുന്നത്. പിന്നെ സ്റ്റുഡൻസ് എല്ലാവരും കൂടി അവിടുത്തെ ഔട്ട്ലെറ്റിൽ കയറി അവിടെയുള്ള സാധനങ്ങളെല്ലാം തീർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അവർക്ക് നല്ലൊരു ലെവലുള്ള കച്ചവടം തന്നെ അവിടെ നടന്നിട്ടുണ്ട്. അവിടെ നിന്ന് നേരെ മാസ്കോ ടീ ഫാക്ടറിക്ക് ഒരു ബൈബയും പറഞ്ഞ് നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ പോയി. സൂപ്പർ നൈസ്. പണിയെടുക്കണവരെ ഇങ്ങനെ നടന്നിട്ട് ഇല്ല ഉണ്ടാക്കിക്കൊണ്ട് ഇങ്ങനെ ഒരു അഭിപ്രായമായിട്ട് വാഗമണ്ണുള്ള റാന്തം നീരുറവയാണിത്. നമ്മുടെ നാട്ടിൽ കൊണ്ട് കുറെ നീരുറവയും കനാലും ഒക്കെ ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ അതൊക്കെ കറുത്ത വെള്ളമാണ്. ഇതൊക്കെ നമുക്ക് നല്ല ക്ലിയർ ആയിട്ട് കാണാം. അതിൻ്റെ അകത്ത് കുഞ്ഞു കുഞ്ഞ് തവളക്കുഞ്ഞുങ്ങളൊക്കെ ഓടി നടക്കുന്നു. നിനക്കതൊക്കെ എങ്ങനെയാടാവുക സാധിക്കുന്നത്? ചിരി പഞ്ഞിക്കിടന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? സത്യവും ധർമ്മവും നോക്കുന്ന ഒരുപാട് ദൈവപുത്രന്മാർ നമ്മുടെ നാട്ടിലുണ്ട്. അവർക്കെതിരെ ഒരു ചെകുത്താനെങ്കിലും വേണ്ടേ? സാറിനേക്കാൾ വലിയ സാറുമാരുടെ അഭ്യാസം നമ്മളൊക്കെ കണ്ടു വളർന്നവൻ തന്നെയായി നടേശൻ. കണ്ണിലുണ്ണിയാണേ കണ്ണനാണേ കൊച്ചു കൊമ്പനാണേ വമ്പനാണേ ചേലുണ്ട് കലയുണ്ട് ചേറ്റുമൂറം ചെവിയുണ്ട് നാലുകൾ തൂണുണ്ട് ചൂല് പോൽ വാലുണ്ട് കുട്ടനാണേ. യേശുവിന്നു ജയം, യേശുവിന്നു ജയം. മരണത്തിൽ നിന്നൊഴിവു കത്തനാമഖില ശക്തനീ തിരുകരത്തിലുണ്ട് വിഷമീ പരദേവനോ നമുക്ക്. കണ്ണിലുണ്ണിയാണേ കണ്ണനാണേ കൊച്ചു കൊമ്പനാണേ വമ്പനാണേ ചേലുണ്ട് കലയുണ്ട് മുഷ്കിൽ ഹേ പ്യാരി. എല്ലാം നമ്മുടെ ആൾക്കാരാണ്. ബുക്ക് ചെയ്ത് കംപ്ലീറ്റ്. വിനീത് സാറിന്റെ UV ക്ലാസിന്റെ പരസ്യം എന്റെ പ്രത്യേകതരം ക്ലാസ്സാണ്. 10,000 റുപ്പീസിന്റെ ക്ലാസ്സാണ്. അതോ നോക്കി ഡിസ്കൗണ്ട് ഒന്നുമില്ലേ സാർ? ജടാഘടാഘ സംഭ്രമ ഭ്രമനിലിംബ നിർച്ചരി വിലോല വീജി വല്ലരി വിരാജമാനമൂർധൻ ധഗ ധഗ ജ്വലല്ലലാടപട്ട പാപക കിശോര ചന്ദ്രശേഖര നദി പ്രദക്ഷ. സാവിത്രിയെ വെല്ലുവിളിച്ച് നെല്ലൂർ മനയിലേക്ക് കാലെടുത്ത് വെച്ച
പട്ടാഴിയിലെ താന്തോന്നിക്ക് കിട്ടിയ ശിക്ഷ കണ്ടോ? മതിയച്ച, ഇവിടെ നിർത്താം. ഏട്ടന് ഭയം തോന്നുന്നു. അതെ, സൂര്യനെ പോലെ തേജോമയനായ ഒരു ഏട്ടനുണ്ടവന്. കുഞ്ഞുണ്ണിയല്ല മാധവൻ. അറിഞ്ഞു തൊട്ടാലും അറിയാതെ തൊട്ടാലും കൊള്ളും. നോക്ക്, അന്തരീക്ഷത്തിന്റെ മട്ടും ഭാവവും മാറുന്ന കാണുന്നില്ലേ? എന്തോ വരാൻ പോകുന്നെന്ന് എന്റെ മനസ്സ് പറയുന്നു. വരാണ്ട് ഞാൻ വരാണ്ട് കൂടെ പോയി നിങ്ങൾ എവിടെ ജീവിക്കുന്ന അമ്മ ബഗ ബഗ ജന്തുവേ? ഞങ്ങൾ ബംഗാളിലെ കൂത്താട്ടുകുള ജില്ലയിലെ ഒരു സാധാരണ കൃഷി കുടുംബമാണ്. സാധാരണ നമുക്ക് വഴി അറിയാതിപ്പോ നമ്മൾ ആരുടെ വഴി ചോദിക്കാം? മാപ്പ് ശരിയാണ്. നമ്മളെ സ്ഥലത്തേക്ക് എങ്ങനെയാ പോകുന്നതെന്ന് മാപ്പ് നമ്മളോട് വഴി പറയും. പോയിട്ട് മാപ്പ് ഇത് പറയൂ. മാപ്പോ അതിന് എന്തിട്ടാ ചെയ്തേ? വന്നു ഞാൻ. എങ്കിൽ ഞങ്ങൾ പോകാതെ അവസ്ഥ. നിങ്ങൾ പോകും സ്ഥലം എവിടെയാന്ന് കണ്ടു പറയും ഞാൻ. കാനാണ് മാപ്പ്. ഇനി മാവല മേലെ സൂര്യനുദിക്കും
ಸುಮ್ಮನೆ ನಗ್ತಾಳೆ, ಕದ್ದು ನೋಡ್ತಾಳೆ, ಬಿದ್ದೆ ಬೀಳ್ತಾಳೆ. ಸಕ್ಕತ್ತಾಗವಳೆ, ಸುಮ್ಮನೆ ನಗ್ತಾಳೆ, ಕದ್ದು ನೋಡ್ತಾಳೆ, ಬಿದ್ದೆ ಬೀಳ್ತಾಳೆ. ಸಕ್ಕತ್ತಾಗವಳೆ, ತಿನ್ನಲೇ ಸಕ್ಕತ್ತಾಗವಳೆ, ತಿನ್ನಲೇ ಅಂದ್ರೆ ಯಾಕೋ ಸುಮ್ಮನೆ ನಗ್ತಾಳೆ. അങ്ങനെ വിളിച്ചൊരു ഉള്ളല്ലേ അങ്ങിട്ട് പോയി
നമ്മുടെ ഓൾ സ്റ്റുഡൻസ് പ്ലീസ്. അപ്പൊ നമ്മുടെ ഐവി ഇവിടെ അവസാനിക്കുകയാണ്. ഏതാനും നിമിഷം കൂടി കഴിയുമ്പോ നമ്മുടെ എന്ത് അവസാനിക്കും? അപ്പൊ നമ്മുടെ ഈ ഐവിക്ക് ഓട്ടോ താങ്ക്സ് പറയാൻ വേണ്ടി ആരെ വിളിക്കും? നിങ്ങൾ 2 വർഷം പഠിപ്പിച്ചാറുണ്ടായിരുന്നു. വിഷ്ണു സാർ വിളിച്ചാ എന്തുവാ നീ ഓട്ടോ താങ്ക്സ് പറയുന്നു? അല്ലോട്ടെ ലക്ഷ്മി ഓട്ടോ താങ്ക്സ് പറയാനായിട്ട് നമ്മുടെ സർവശ്രീ ലക്ഷ്മിയെ ക്ഷണിച്ചോളുന്നു. ഐവിക്ക് എല്ലാവിധ ഓട്ടോ താങ്ക്സ് നൽകുന്നതിന് വേണ്ടി നമ്മുടെ എല്ലാം പ്രിയകഥയായിട്ടുള്ള അതിലുപരി ഇന്ന് ഹാപ്പി ബർത്ത്ഡേ ആയിട്ടുള്ള അപ്പൊ നമ്മുടെ ലക്ഷ്മി മിസ്സിന്റെ ബർത്ത്ഡേ ആഘോഷിക്കുന്നു. ഒപ്പം ഇന്നും ബർത്ത്ഡേ ഉള്ള ആരെങ്കിലും ഉണ്ടോ ഈ കൂട്ടത്തില്? അഭിനയം ഈ മാസം ബർത്ത്ഡേ ഈ മാസം ഈ മാസം ബർത്ത്ഡേ ആരെങ്കിലും ഉണ്ടോ? ഈ മാസമാണോ? ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ. ഒരാളുണ്ടോ? ആരും ഇല്ലാത്തോണ്ട് എനിക്ക് എന്നെ ഹാപ്പി ബർത്ത്ഡേ. നീ കാട്ടാക്കട എവിടെ ഉള്ളത്? നീ കാട്ടാക്കട എവിടെ ഉള്ള? നമുക്ക് കാട്ടാക്കടയൊക്കെ അറിയാന്നുള്ള തന്നെ. കാട്ടാക്കട മെല്ലിട്ടെങ്ങനെ മോഹൻ അറിയാം മോനക്ക്. എന്താ ഇങ്ങനെ മന്തി എന്താ വേണ്ടത്? അൺലിമിറ്റഡ് ആണോ സാർ ചിക്കൻ? ഞാൻ പറഞ്ഞില്ലേ ഇവളുമാരൊക്കെ പകുതി കഴിച്ചിട്ട് തരുമെന്ന്. എന്ത് പറ്റിയടാ? ഏയ് ചായ നെറുകന്തലേ കയറി ബ്ലോക്ക് ആയതാ. ഇനി നീ എങ്ങാനും ഞാനോ പോടാ.
അമ്മേനെ വിളിച്ച് ഞാൻ ഇങ്ങോട്ട് കയറാറുള്ളൂ. എന്തുന്നാണ് ഇത് നിന്റെ അമ്മൂമ്മയുടെ പിന്നാലെ? ഒരു ഓളമായിക്കോട്ടെ എന്ന് കരുതി. ഇത് കണ്ടോ എന്റെ തലയ്ക്കാണ് ഓളെന്നാണ് അവള് വിചാരിക്കുക. കുട്ടികളെ തിങ്ങി ഇറങ്ങി വരിക. Okay, so how was the evening? 3 cheers for the college. SD College. SD College. Commerce Department. Okay. മാമനോടൊന്നും തോന്നല്ലേ? അവരോടൊന്നും തോന്നല്ലെന്നല്ലേ? സ്മൈൽ പ്ലീസ്. ഓ ആ ബാക്കിൽ നിൽക്കണ ഇറങ്ങി പോയിക്കാവുന്ന. 12 മണിക്ക് വന്നതാണേ, മാമനോടൊന്നും തോന്നില്ലേ?